ദൈവനാമത്തിന് മഹത്വം കരയറ്റാം. മനോഹരമായി ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്ന് അറിയണമെങ്കിൽ നമ്മളെക്കാൾ താഴ്ന്ന നിലയിൽ ജീവിക്കുന്നവരെ നിരീക്ഷിച്ചാൽ മതിയാകും. ഇന്നത്തെ എൻ്റെ ട്രെയിൻ യാത്രയിൽ അടുത്തിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ പറയുകയാണ്, വീട്ടിൽ ചിക്കൻ വാങ്ങിക്കാം എന്ന് പറഞ്ഞ ഓരോ ദിവസവും അടുത്ത ദിവസത്തേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കും. പക്ഷേ അടുത്ത ദിവസം വീണ്ടും കഞ്ഞി തന്നെ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നല്ലൊരു ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന അനേകം മനുഷ്യരുണ്ട്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം, നമ്മുടെ ഭവനം, നമുക്കുള്ള വാഹനം, കുടുംബം, ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇതിലൊന്നും സംതൃപ്തി കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന അനേകം മനുഷ്യർ നമ്മുടെ ചുറ്റിലുണ്ട്. വിശുദ്ധ വചനത്തിൽ സദൃശവാക്യങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു, തകർന്ന മനസ്സോ അസ്ഥികളെ ഉണക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആയില്ല എന്ന് വിചാരിച്ച് തകർന്ന മനസ്സോടെ ജീവിതം വിഷാദത്തിലേക്കും രോഗത്തിലേക്കും തള്ളിവിടുന്നതിനേക്കാൾ എത്ര നല്ലതാണ് ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും കരേറ്റി സന്തുഷ്ട ഹൃദയം എന്ന ഏറ്റവും നല്ല ഔഷധം നമ്മൾ കരസ്ഥമാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് ഈ സന്തുഷ്ട ഹൃദയം നമുക്ക് ലഭിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, പ്രാർത്ഥനയോട് മുന്നോട്ട് നീങ്ങാം. ഈ സന്തുഷ്ടമായ ഹൃദയം അത് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.